വെൽക്കം ബാക്ക് ടു മാത്സ് ട്യൂഷൻ. നമുക്കിന്ന് എക്സസൈസ് 1.1ൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസ് നോക്കാം. നിങ്ങളെല്ലാവരും ചെയ്ത് പഠിക്കുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യണം. നമുക്ക് തുടങ്ങാം. ക്വസ്റ്റ്യൻ നമ്പർ x+5 x<4. നമ്മൾ ആ ക്വസ്റ്റ്യൻ വരെയാണ് 1ൽ എക്സസൈസ് 1.1ൽ 1 സെക്കൻഡ് ക്വസ്റ്റ്യൻ വരെ നമ്മൾ ചെയ്തു. തേർഡ് ക്വസ്റ്റ്യൻ relation R in the set 1, 2, 3, 4, 5, 6. Y is divisible by X. 1ലെ തേർഡ് Y is divisible by X. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന സെറ്റ് ഏതൊക്കെയാണ്? 1, 2, 3, 4, 5, 6. Y is divisible by X. ഏതൊക്കെ വരാം? 1, 1 വരാം അല്ലേ? Y is divisible by X. 1 is divisible by 1. 2, 2, 3, 3. ഇപ്പോൾ നമുക്ക് കുറച്ചല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഓർഡേഡ് പെയർ എഴുതിയിട്ട് എഴുതാം, അല്ലെങ്കിൽ നമുക്ക് ജനറലായിട്ടും എഴുതാം കേട്ടോ. 5, 5, 6, 6. 1, 2 വരാമല്ലോ. 2 is divisible by 1. 1, 3. 3 is divisible by 1. 1, 4. 1, 5. 1, 6. പിന്നെ 2, 4 വരാം അല്ലേ? 4 ഈസ് ഡിവിസിബിൾ ബൈ 2. 2, 6 ആൻഡ് 3, 6. എവരി എലിമെൻറ്റ് ഈസ് റിലേറ്റഡ് ടു ഇറ്റ് സെൽഫ്. നോക്കി 1, 1, 2, 2, 3, 3 അങ്ങനെ 6, 6 വരെയുണ്ട്. ആർ ഈസ് റിഫ്ലെക്സീവ്. റിഫ്ലെക്സീവ് ആണോ, സിമെട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ, ഇതാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഇവിടെ 1, 2 ഉണ്ട്. 2, 1 ഇല്ലല്ലോ, ഇല്ല. ഇവിടെ 1, 2 എലമെൻറ്റ് ആർ. element R, but 2, 1 not an element of R. ഏതെങ്കിലും ഒരു എലിമെൻ്റ് ആയാലും അത് തിരിച്ചിട്ടാൽ അതിലില്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഈസ് നോട്ട് സിമെട്രിക്. സോ ആർ ഈസ് നോട്ട് സിമെട്രിക്. 4, 4. 4, 6. നമുക്ക് 4, 6 വരാമല്ലോ. 4, 4 പിന്നെ 4ൽ തുടങ്ങുന്ന ഏതുണ്ട്? 4, 4. 4ൽ തുടങ്ങുന്നൊന്നുമില്ല. ശരി. 1, 2. 2, 4. 1, 4. 1, 4 ഉണ്ടല്ലോ. ഇനി അടുത്തത് 1, 2, 2, 6, 1, 6. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന എന്താ? Y ഈസ് ഡിവിസിബിൾ ബൈ എക്സ്. നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഈസ് ട്രാൻസിറ്റീവ്. നമ്മൾ ഏതെടുത്താലും ഉണ്ട്. നോക്കിയാൽ 2, 4 ഉണ്ട്, 4, 4 ഉണ്ട്, 2, 4 ഉണ്ട്. പിന്നെ നമുക്ക് വേറെ എണ്ണം വേണം ചെക്ക് ചെയ്യാം. 1, 3, 3, 6, 1, 6 ഇവിടെയുണ്ട് അല്ലേ? 1, 5, 5, 5, 1, 5. AB, BC ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമുക്ക് എന്തുണ്ടെന്നാണ് കിട്ടിയത്? AC എലമെൻറ്റ് R. AB എലമെൻറ്റ് R, BC എലമെൻറ്റ് R, ദെൻ AC എലമെൻറ്റ് R. ഇങ്ങനെ കിട്ടിയത് നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഈസ് ട്രാൻസിറ്റീവ്. Therefore R is transitive. ഈ ക്വസ്റ്റ്യനിൽ എന്താ പറയുക? R is reflexive, not symmetric, and R is transitive. Question number 4. 1ൽ 4. Relation R in the set Z of integers is defined as ordered pair xy such that x minus y is an integer. xy element R implies x minus y is an integer. ഇതാണ് കണ്ടീഷൻ അല്ലേ? നമുക്കറിയാം x മൈനസ് എക്സ് 0. 0 എന്ന് പറഞ്ഞാൽ എന്താ? ഇൻറ്റിജർ. 0, 1, 2, 3, -1, -2 അതാണല്ലോ ഇൻറ്റിജേഴ്സ്. 0 ഈസ് ആൻ ഇൻറ്റിജർ. x മൈനസ് വൈ ഇൻറ്റിജർ ആണെങ്കിൽ x, y അല്ലേ ഉണ്ടെന്നാണ്.
അപ്പോൾ ഇവിടെ എക്സ് മൈനസ് എക്സ് 0 0 ഇൻറ്റിജറാണ്. 0 ഈസ് ആൻ ഇൻറ്റിജർ. ദെയർഫോർ എക്സ് കോമ എക്സ് എലമെൻറ്റ് ആർ. എക്സ് എക്സ് എലമെൻറ്റ് ആർ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് റിഫ്ലെക്സീവ്. ദെയർഫോർ അല്ലെങ്കിൽ ഇംപ്ലൈസ് ആർ ഈസ് റിഫ്ലെക്സീവ്. ഇനി അടുത്തത് എക്സ് വൈ എലമെൻറ്റ് ആർ implies x minus y is an integer. ഇവിടെ 2 മൈനസ് 3 നമുക്കറിയാം -1. തിരിച്ചിട്ടാലോ 3 മൈനസ് 2 +1. രണ്ടായാലും ഇൻറ്റിജറാണ് അല്ലേ? implies y minus x is an integer. y മൈനസ് എക്സ് ഇൻറ്റിജർ ആണെങ്കിൽ ഏത് ഓർഡേഡ് പെയർ ഉണ്ട്? ഇംപ്ലൈസ് y കോമ എക്സ് എലമെൻറ്റ് ആർ. നമുക്ക് തുടങ്ങിയത് എന്താ? എക്സ് വൈ എലമെൻ്റ് ആർ. അപ്പോൾ നമുക്ക് കിട്ടിയതോ ഇംപ്ലൈസ് വൈ എക്സ് എലമെൻറ്റ് ആർ. അപ്പോൾ തിരിച്ചിട്ടു അല്ലേ? ഇതെന്താണ്? ആർ ഈസ് സിമ്മെട്രിക്. ദെയർഫോർ ആർ ഈസ് സിമ്മെട്രിക്. ഇനി നമുക്ക് ട്രാൻസിറ്റീവ് നോക്കാം. xy element r, comma yz element r implies x minus y and y minus z are integers. Sum of two integers. ഇപ്പോൾ 3 ഒരു ഇൻറ്റിജർ, -4 ഇൻറ്റിജർ ആഡ് ചെയ്താലും നമുക്ക് എന്ത് കിട്ടും? -1. എഗെയിൻ ആൻ integer. The sum of two integers is an integer. Again an integer. x minus z നെ നമുക്ക് എങ്ങനെ എഴുതാം? x minus y plus y minus z. x minus y plus y minus z. Sum of two integers is again an integer. ഇതെന്തായിട്ട് വരും? ബ്രാക്കറ്റ് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. x minus y plus y minus z. This is an integer, this is an integer. Sum of two integer is again an integer. x minus y plus y minus z is an integer. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? x minus z. Therefore x minus z is an integer. Implies x comma z element r. xy element r, yz element r implies xz element r. x minus y and y minus z are integers. x minus z നെ നമുക്ക് എങ്ങനെ എഴുതാം? x minus y plus y minus z. x minus y is an integer, y minus z is an integer. Sum of two integers is an integer. Therefore x minus z is an integer. So xz element r. So r is transitive. Therefore r is transitive. ഇത് ഇങ്ങനെ ചോദിക്കാം. Prove that r ordered pair xy such that x minus y is an integer is an equivalence relation. കാരണം ഇത് ട്രാൻസിറ്റീവ് ആണ്, റിഫ്ലെക്സീവ് ആണ്, സിമ്മെട്രിക് ആണ്. 3 സാറ്റിസ്ഫൈ ചെയ്യും. ഇതിലിപ്പോൾ നമുക്ക് ചെക്ക് ചെയ്താൽ മതി. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 2. Show that the relation R in the set R of real numbers is defined as ordered pair AB such that A less than or equal to B square. Is neither reflexive nor symmetric nor transitive. ഇത് മൂന്നും അല്ല, റിഫ്ലെക്സീവ് അല്ല, സിമ്മെട്രിക് അല്ല, ട്രാൻസിറ്റീവ് അല്ല എന്ന് പ്രൂവ് ചെയ്യണം. നമുക്ക് നമ്പർ ഇട്ട്
ഇതിലൊക്കെ ചിലതിലൊക്കെ നമുക്ക് നമ്പർ കൊടുത്ത് കാണിക്കാം. എപ്പോഴും നിങ്ങൾ ഓർക്കണം, ഇപ്പോൾ നമ്മൾ പ്രോപ്പർ ഫ്രാക്ഷൻ, ഇപ്പോൾ 1/2 സ്ക്വയർ ചെയ്യുമ്പോൾ 1/2 ദ ഹോൾ സ്ക്വയർ. പ്രോപ്പർ ഫ്രാക്ഷനെ നമ്മൾ സ്ക്വയർ ചെയ്യുന്തോറും അത് ചെറുതാവുക ചെയ്യുന്നത് അല്ലേ. ഇപ്പോൾ 1/2 1/4 ഉണ്ടെങ്കിൽ ഏതാ 1/2 ആണ് വലുത്. അതേസമയം ഇപ്പോൾ ഇംപ്രോപ്പർ ആണെങ്കിൽ 3/2ൻ്റെ സ്ക്വയർ എത്ര വരും? തിരിഞ്ഞാണ് വരുന്നത് അല്ലേ. അതേപോലെ നാച്ചുറൽ നമ്പേഴ്സ് ആയാലും ഇൻറ്റിജേഴ്സ് ആയിരുന്നു ഇപ്പോൾ -3 സ്ക്വയർ ചെയ്യുമ്പോൾ 9 ലെസ് ദാൻ വരും. അപ്പം നമുക്കിവിടെ റിഫ്ലെക്സീവ് നോക്കുന്നതിന് നമുക്ക് ചെറിയ നമ്പർ ഇത് ചെറുത് നോക്കാം, അതേപോലെ തന്നെ പ്രോപ്പർ ഫ്രാക്ഷൻ നോക്കാം. 1/2 സ്ക്വയർ നമുക്ക് ഓഡേഡ് പെയർ എ ബി ഉണ്ടെങ്കിൽ കണ്ടീഷൻ എന്താണ്? എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി സ്ക്വയർ. ഈക്വലും വരാം അല്ലെങ്കിൽ ലെസ് ദാൻ വരാം. പക്ഷെ ഇവിടെ നമുക്ക് കിട്ടുന്നത് എന്താ? 1/2 ഗ്രേറ്റർ ദാൻ 1/2 സ്ക്വയർ ആണ്. ഇവിടുത്തെ സിമ്പിൾ എന്താ? ലെസ് ദാൻ. ദെയർഫോർ 1/2 ഇപ്പോഴും നിങ്ങൾ എക്സാമ്പിൾ എഴുതുമ്പോൾ പ്രോപ്പർ ഫ്രാക്ഷനെ എഴുതാം. 1/2 1/3 അല്ലെങ്കിൽ 1/4 അങ്ങനെ ചെറിയ നമ്പേഴ്സും പ്രോപ്പർ ഫ്രാക്ഷൻ ആയിരിക്കണം. ഈസ് നോട്ട് ആൻ എലമെൻ്റ് ഓഫ് ആർ. ദെയർഫോർ ആർ ഈസ് നോട്ട് റിഫ്ലെക്സീവ്. ഇനി നമുക്ക് സിമെട്രി നോക്കാം. A is equal to 4. ചെറിയ നമ്പർ ഇടാം നമുക്ക്. A is equal to 1, B is equal to 2. ചെറിയ നമ്പർ നോക്കാം. ഓക്കെ, 1 2 നമുക്കറിയാം 1 ലെസ് ദാൻ 2 സ്ക്വയർ ആണ് അല്ലേ. 1 ലെസ് ദാൻ 4. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതനുസരിച്ച് നമുക്ക് ഏത് ഓർഡേഡ് പെയർ എഴുതാം? 1 2 എലമെൻ്റാണ്. നമ്മൾ തിരിച്ചൊന്ന് നോക്കിയേ, 2 1 വരാൻ ചാൻസ് ഉണ്ടോ? 2 ലെസ് ദാൻ 1 സ്ക്വയർ ട്രൂ ആണോ? അല്ല. കാരണം 1 സ്ക്വയർ എത്ര? 1. 2 ലെസ് ദാൻ 1 എന്ന് പറഞ്ഞാൽ ഫോൾസ്. 2 ഈസ് നോട്ട് ലെസ് ദാൻ 1. ദെയർഫോർ 2 1 നോട്ട് ആൻ എലമെൻ്റ് ഓഫ് ആർ. ദെയർഫോർ ആർ ഈസ് നോട്ട് സിമെട്രിക്. നമ്മൾ 1 2 നോക്കുമ്പോൾ 1 ലെസ് ദാൻ 2 സ്ക്വയർ 1 2 എലമെൻ്റാണ്. നമുക്ക് സിമെട്രിക് ആണെങ്കിൽ എന്തുണ്ടായിരിക്കണം? 2 1 ഉണ്ടായിരിക്കണം അല്ലേ. അപ്പോൾ ഇവിടെ 2 ലെസ് ദാൻ 1 സ്ക്വയർ അത് ഫോൾസ് അല്ലേ. അപ്പോൾ നമുക്ക് എന്താ പറയുക? 2 ഈസ് നോട്ട് ലെസ് ദാൻ 1 സ്ക്വയർ. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അപ്പോൾ നമുക്കതുകൊണ്ട് എന്ത് പറയാം? ദെയർഫോർ 2 1 നോട്ട് ആൻ എലമെൻ്റ് ഓഫ് ആർ. ദെയർഫോർ ആർ ഈസ് നോട്ട് സിമെട്രിക്. ഇനി നമുക്ക് ട്രാൻസിറ്റീവ് നോക്കാം. A is equal to 4, B is equal to 3, C is equal to 1. -3 കൊടുക്കുക. 4 ലെസ് ദാൻ -3 സ്ക്വയർ അല്ലേ. നമുക്ക് എന്താ പറയും? ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. 4 -3 എലമെൻ്റ് ഇനി -3 ലെസ് ദാൻ 1 സ്ക്വയർ. സോ -3 1. നമുക്കെന്ത് കിട്ടി? 4 -3 ഉണ്ട്, -3 1 ഉണ്ട്. നമുക്ക് ട്രാൻസിറ്റീവ് ആകണമെങ്കിൽ ഏതുണ്ടായിരിക്കണം? 4 1 നോക്കാം. 4 ലെസ് ദാൻ 1 സ്ക്വയർ ഫോൾസ് അല്ലേ. നോട്ട് ലെസ് ദാൻ ഇംപ്ലൈസ് 4 1 നോട്ട് ആൻ എലമെൻ്റ് ഓഫ് ആർ. 4 -3 ഉണ്ട്, -3 1 ഉണ്ട്, പക്ഷേ ഏതില്ല? 4 1 ഇല്ല. ദെയർഫോർ ആർ ഈസ് നോട്ട് ട്രാൻസിറ്റീവ്. Question number 3. 1 2 3 4 5 6.
ഒരു സെറ്റ് നമുക്ക് തന്നിട്ടുണ്ട് 1 2 3 4 5 6. ബി ഈസ് ഈക്വൽ ടു എ പ്ലസ് 1. ഇതാണ് കണ്ടീഷൻ അല്ലേ. നമുക്ക് ഏതൊക്കെ എഴുതാം? ഇപ്പോൾ 1 കൊടുക്കുകയാണെങ്കിൽ 1 + 1 2, 2 കൊടുക്കുമ്പോൾ 2 + 1 3, 3 + 1 4, 4 5, 5 6, 6 7. നമുക്ക് 7 ഇവിടെ ഇല്ല, നമുക്ക് ക്ലോസ് ചെയ്യാം. 1 1. ഇവിടെ റിഫ്ലെക്സീവ് ആയിരിക്കണമെങ്കിൽ 1 1 2 2 3 3 4 4 5 5 6 6 എല്ലാം ഉണ്ടായിരിക്കണം. ഇവിടെ 1 1 ഇല്ല. ഏതെങ്കിലും ഒരെണ്ണം കാണിച്ചാൽ മതി. 1 1 നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് ആർ ഇംപ്ലൈസ് ആർ ഈസ് നോട്ട് റിഫ്ലെക്സീവ്. ആർ ഈസ് നോട്ട് റിഫ്ലെക്സീവ്. 1 2 element R, but 2 1 not an element of R. Therefore, R is not symmetric. R is not symmetric. ഇനി നമുക്ക് ട്രാൻസിറ്റീവും കൂടെ നോക്കണം. ഓക്കെ, 1 2 element R, 2 3 element R. ഈ നമ്പറിൽ തുടങ്ങുന്ന ഓർഡർ പേർ ഏതാ? 2 3. 1 3 ഇവിടെ ഇല്ലല്ലോ. ബട്ട് 1 3 നോട്ട് ആൻ എലമെൻ്റ് ഓഫ് ആർ. ദെയർഫോർ ആർ ഈസ് നോട്ട് ട്രാൻസിറ്റീവ്. ഇത് ചെക്ക് വെദർ ആയിരുന്നു. R is equal to ordered pair AB such that A less than or equal to B. Reflexive, transitive but not symmetric. നമുക്ക് ജനറലായിട്ട് പ്രൂവ് ചെയ്യാം. എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ നമുക്ക് പറയാമല്ലോ. അപ്പോൾ 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. അങ്ങനെ അവിടെ ഈക്വലും കൂടെ ഉള്ളതുകൊണ്ട് ലെസ് ദാൻ എന്നാണെങ്കിൽ നമുക്ക് പറയാം. ഈക്വൽ ടും കൂടെ ഉള്ളതുകൊണ്ട് ട്രൂ ആണ്. എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ. ദെയർഫോർ എ കോമ എ എലമെൻറ്റ് ആർ. സോ ആർ ഈസ് റിഫ്ലെക്സീവ്. AB element R implies A less than or equal to B. 2 less than 3 നമുക്ക് തിരിച്ച് പറയാമോ? 3 less than 2 പറ്റില്ല അല്ലേ? ഇറ്റ് ഈസ് ഫോൾസ്. ബട്ട് B not less than or equal to A. Therefore BA not an element of R. AB ഉണ്ട്, പക്ഷേ ബി എ ഇല്ല അല്ലേ? ഇംപ്ലൈസ് ആർ ഈസ് നോട്ട് സിമ്മെട്രിക്. ട്രാൻസിറ്റീവ് ആണെന്ന് പ്രൂവ് ചെയ്യണം. എ ബി എലമെൻറ്റ് ആർ ട്രാൻസിറ്റീവ്. നമ്മൾ അടുത്തത് ബി തുടക്കുന്ന അവിടെ പേർ എഴുതുക. ബി സി എലമെൻറ്റ് ആർ ഇംപ്ലൈസ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി, ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി. നമുക്കറിയാം 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3, 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. നമുക്ക് 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 എന്ന് പറയാമല്ലോ. ഇത് ഈക്വൽ ടു വരുന്നില്ല, പക്ഷെ 2 ലെസ് ദാൻ 5 സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് അല്ലേ? ദെയർഫോർ implies A less than or equal to C. Therefore A comma C element R. A B ഉണ്ട്, B C ഉണ്ട്, നമുക്ക് എന്ത് പറയാം? A C ഉണ്ട്. Therefore R is transitive. Question number 5.
R is equal to ordered pair AB such that A less than or equal to BQ. ഇവിടെ നമുക്ക് പ്രോപ്പർ ഫ്രാക്ഷൻ എഴുതിയാൽ മതി. 1/2 അല്ലെ 1/3 അങ്ങനെ നോക്കിയാൽ മതി. വൺ ബൈ ടു ദ ഹോൾ ക്യൂബ് 1/2 1/8 വരും. ഏതാണ് വലുത്? 1/2. ഇവിടെ എന്താ സിമ്പിൾ? ലെസ് ദാൻ ആയിരിക്കണം അല്ലേ? therefore 1/2 not an element of R. Therefore R is not reflexive. ഇനി സിമ്മെട്രി. A is equal to 1, B is equal to 2. 1 less than or equal to 2 cube. 1, 2 element R. 2 not less than 1 cube. 1ൻ്റെ ക്യൂബ് എത്ര? 1. 2 less than 1 false ആണല്ലേ? implies 2, 1 not an element of R. Therefore R is not symmetric. ഇനി അടുത്തത് ട്രാൻസിറ്റീവ്. A4 B3 C B2 കൊടുക്കാം. 4 ലെസ് ദാൻ 2 ക്യൂബ്. നമുക്ക് എന്ത് പറയാം? 4 2 എലമെൻറ്റ് R. ഇനി 2 3/2ൻ്റെ ക്യൂബ് എടുക്കുമ്പോൾ എത്ര വരും? 27/8. 27/8 എന്ന് പറയുമ്പോൾ 3 point something വരും അല്ലേ? 2 ലെസ് ദാൻ ദിസ്. implies 4 2 element R, 2 3/2 element R. അപ്പം നമുക്ക് 4 2 element R എന്ന് കിട്ടി, 2 3/2 element R എന്ന് കിട്ടി അല്ലേ? അപ്പം നമുക്ക് എന്ത് കിട്ടണം? ട്രാൻസിറ്റീവ് ആണെങ്കിൽ 4, 3/2. 4 ലെസ് ദാൻ 3/2 ദ ഹോൾ ക്യൂബ്. ചെക്ക് ചെയ്യാം. 27/8 3 point something ആണ് അല്ല അല്ലേ? അല്ല. therefore 4 3/2 not an element of R. Therefore R is not transitive. ഇതും ചെക്ക് വെതറായിരുന്നു. റിഫ്ലെക്സീവ് ആണോ, സിമ്മെട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 6. സെറ്റ് 1 2 3 നോക്ക്. എല്ലാവർക്കും ടെക്സ്റ്റ് ഉണ്ടല്ലോ, ഞാൻ അതുകൊണ്ടാണ് ക്വസ്റ്റ്യൻ എഴുതാത്ത കേട്ടോ കൂടുതലായിട്ട്. R is equal to 1 2 ordered pair 1 2 2 1 is symmetric but neither reflexive nor transitive. ഓക്കെ, 1 2 3 എലിമെൻറ്റ്സ് ഉണ്ട്. ഇതിനകത്ത് നമ്മൾ റിലേഷൻ എഴുതുമ്പം 1 1 ഇല്ല, 2 2 ഇല്ല, 3 3 ഇല്ല. ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ കാണിച്ചാലും മതി. 1 1 not an element of R implies R is not reflexive. ഇനി 1 2 തിരിച്ചിട്ടാലോ? 2 1 അവിടെ ഉണ്ട്. ഇറ്റ് ഈസ് സിമ്മെട്രിക്. 1 2 element R, 2 1 element R.
രണ്ടും ഉണ്ടല്ലേ. therefore R is symmetric. ഇനി 1 2 എലമെൻറ്റ് R. ഇനി 2ൽ തുടങ്ങുന്ന ഓഡേഡ് പെയറാണ് 2 1. ബട്ട് 1 1 നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് R. അപ്പോൾ ട്രാൻസിറ്റീവ് ആണെങ്കിൽ 1 1 ഇവിടെ ഉണ്ടായിരിക്കണം. ഇല്ലല്ലോ. therefore R is transitive, not transitive. therefore 1 to 2 1 തിരിച്ചിട്ടാലും ഉണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഈസ് സിമ്മെട്രിക്. R is not transitive. Question number 8. സെയിം നമ്പർ ഓഫ് പേജസ് ഒക്കെ നിങ്ങൾക്ക് എളുപ്പമായിരിക്കാം. Question number 8. 1 2 3 4 5. Ordered pair A B such that mod A minus B is even. ഇത് നമുക്ക് ജനറലായിട്ട് പ്രൂവ് ചെയ്താലും മതി. പിന്നെ 1 3 5 റിലേറ്റഡ് ടു ഈച്ച് അതർ നമുക്ക് പറയാം. mod A minus B. mod A minus A എന്ത് വരും? 0. 0 നമ്മൾ ഈവൻ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് അല്ലേ. 0 ഈസ് ഈവൻ. therefore A, A element R. therefore R is reflexive. AB element R implies mod A minus B. നമുക്ക് എന്താ കണ്ടീഷൻ തന്നിരിക്കുന്നത്? mod A minus B is even. നമുക്ക് തിരിച്ചും പറയാമല്ലോ. mod B minus A is even. 2 minus 4. ഇവിടെ B minus 4 minus 2 എന്താ? 2. അബ്സല്യൂട്ട് വാല്യൂ എടുത്ത രണ്ടും 2 തന്നെ വരും. ഇറ്റ് ഈസ് ഈവൻ. therefore B A എലമെൻ്റ് ആർ. A B ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടി? B A ഉണ്ട് അല്ലേ. ഇംപ്ലൈസ് ഇട്ടാലും മതി. therefore R is symmetric. therefore R is symmetric. AB element R, BC element R implies mod A minus B and mod B minus C are even numbers. സം ഓഫ് 2 ഈവൻ നമ്പേഴ്സ് എന്താ? ഈവൻ. 2 4 ആഡ് ചെയ്ത് നമുക്ക് 6 അല്ലേ ഈവൻ ആണ്. 6ഉം 8ഉം 14 ഈവൻ തന്നെ കിട്ടും അല്ലേ. മോഡ് A മൈനസ് സി, A മൈനസ് ബി പ്ലസ് B മൈനസ് സി implies mod A minus C is even. therefore A comma C implies AC element R. therefore R is transitive. ഷോ ദാറ്റ് ആണല്ലേ. therefore നമ്മൾ എന്തൊക്കെ പ്രൂവ് ചെയ്തു? റിഫ്ലെക്സീവ്, സിമ്മെട്രിക് ആൻഡ് ട്രാൻസിറ്റീവ്. therefore R is an equivalence relation. ഇക്വലൻസ് റിലേഷൻ ആണെങ്കിൽ മൂന്നും സാറ്റിസ്ഫൈ ചെയ്യണം. ഇനി ഒരു സെക്കൻഡ് പാർട്ട്, അതിൽ വേറൊരു പാർട്ടുണ്ട്. ഷോ ദാറ്റ് ഓൾ ദ എലിമെൻറ്റ്സ് ഓഫ് സെറ്റ് 1 3 5 ആർ റിലേറ്റഡ് ടു ഈച്ച് അതർ. ഇപ്പോൾ കണ്ടീഷൻ ഇവിടെ എന്താ പറഞ്ഞിരുന്നത്? മോഡ് A മൈനസ് ബി ഈവൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ സെറ്റ് 1 3 5 ഇതെല്ലാം എന്ത് നമ്പേഴ്സാണ്? ഓഡ് നമ്പേഴ്സ്. A മൈനസ് ബി, ഡിഫറൻസ് ബിറ്റ്വീൻ
എനി ടു ഓഡ് നമ്പേഴ്സ് എന്തായിരിക്കും? ഈവൻ നമ്പർ ആയിരിക്കും അല്ലേ? 1 - 3 -2 absolute value of 2 അല്ലേ? 1 5 3 5. ഡിഫറൻസ് ബിറ്റ്വീൻ any two odd numbers is even. അതാണ് ഇതിൻ്റെ ആൻസർ. Therefore every elements of set 1 3 5 are related to each other. അത് നിങ്ങൾ സെൻറ്റൻസ് എഴുതിക്കണം കേട്ടോ. Every element of this set are related to each other എന്ന് എഴുതിക്കണം. ഇനി അടുത്തത് സെറ്റ് 2 4. ഇതെന്താ? ഈവൻ നമ്പേഴ്സാണ്. നമുക്കറിയാം ഡിഫറൻസ് ബിറ്റ്വീൻ ഈവൻ നമ്പേഴ്സും എന്താ? ഈവൻ തന്നെയാണ്. ഡിഫറൻസ് ഓഫ് any two even numbers is even. Therefore ബാക്കി നിങ്ങൾ എഴുതിക്കോളുമല്ലോ. every element of this set are related to each other. എപ്പോഴും നമ്മൾ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് നോക്കണം. ഇനി ഒരു സെൻറ്റൻസും കൂടെ ഉണ്ട്. every element, no element of 1 3 5 is related to no element of 2 5. ഇവിടെ 1 3 5 2 4 ഇതിനകത്തെ ഒരു എലിമെൻറ്റും ഇതിലെ ഒരു എലിമെൻറ്റുമായിട്ട് റിലേറ്റഡ് അല്ല എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഇതെന്ത് നമ്പറാണ്? ഓഡ്. ഇതോ ഈവൻ നമ്പർ അല്ലേ? നമുക്കറിയാം ഒരു ഓഡ് നമ്പറും ഒരു ഈവൻ നമ്പറും കൂടെയുള്ള ഡിഫറൻസ് എപ്പോഴും എന്തായിരിക്കും? 1. ഓഡായിരിക്കും. ഡിഫറൻസ് ബിറ്റ്വീൻ ആൻ ഓഡ് ആൻഡ് ഈവൻ നമ്പർ ഈസ് ഓൾവേസ് ഓഡ്. ഡിഫറൻസ് ബിറ്റ്വീൻ ആൻ ഓഡ് ആൻഡ് ഈവൻ നമ്പർ, ഓഡ് നമ്പർ ആൻഡ് ഈവൻ നമ്പർ, ഓഡ്. നമുക്കിവിടെ എന്താ റിലേഷൻ തന്നിരുന്നത്? മോഡ് a - b ഈസ് ഈവൻ. പക്ഷെ നമുക്കിവിടെ എന്താ കിട്ടിയത്? ഓഡ്. Therefore no element of set 1 3 5 is related to no element of set 1 3 5 is related to elements of set 2 4. സെൻറ്റൻസ് നിങ്ങൾ എഴുതിക്കണം കേട്ടോ. ഇതിൽ 2 ക്വസ്റ്റ്യൻ ഉണ്ട്. അതും 9th ഉം 10th ഉം കൂടെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ 11th കൂടെ നോക്കാം. പിന്നെ അടുത്ത ടൈപ്പ് ഓഫ് ഫങ്ഷൻസ് ആണ്. അങ്ങനെ കുറച്ച് ലെങ്തി ആയി പോകുന്നു കാരണം എക്സ്പ്ലനേഷൻ ആയതുകൊണ്ട്. അടുത്ത വീഡിയോയിൽ ഞാൻ വെനസ്ഡേ സാറ്റർഡേ സൺഡേ നാളെ ഇടുന്നതാണ്. ഈ 3 ദിവസമാണ് +2ൻ്റെ വീഡിയോ ഇടുന്നത്. പിന്നെ ചില ക്ലാസ്സിൽ ചില സ്കൂളിൽ ഇപ്പം ചില സ്കൂളിൽ തന്നെ 2 ടീച്ചേഴ്സ് കാണും. ചിലപ്പം റിലേഷൻ ഫങ്ഷൻ, ചില സ്കൂളിൽ മെട്രിക്സ് ആയിരിക്കാം. ഞാൻ ഇത് കഴിഞ്ഞിട്ട് മെട്രിക്സ് ഇടാം. നാളത്തെ വീഡിയോയിൽ ഇതിൻ്റെ ബാക്കി ഇതിലൊരു 3 ക്വസ്റ്റ്യൻ കൂടെ കവർ ചെയ്യുന്നുണ്ട്. പിന്നെ ടൈപ്പ് ഓഫ് ഫങ്ഷൻസ്. ഓക്കെ, താങ്ക് യു.